നമസ്കാരം മേഡം, സ്റ്റാർനെറ്റ് ടി വിയിലേക്ക് സ്വാഗതം. ഗർഭിണികൾ മുതൽ പ്രായമായവർ വരെ ഇന്ന് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. എന്താണ് വെരിക്കോസ് വെയിൻ? ഇതിന് എത്ര സ്റ്റേജുകളുണ്ട്? വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ബാക്കിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം, വെയിനുകൾ തടിച്ചു വീർത്ത് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്നവരുടെ കാലിൽ നോക്കിയാൽ ഇങ്ങനെ തടിച്ചു വീർത്ത് കാണപ്പെടും വെരിക്കോസ് വെയിൻ. വെരിക്കോസ് വെയിന് പല സ്റ്റേജുകളുണ്ട്. പ്രധാനമായിട്ട് ഒരു 6 സ്റ്റേജസ് നമുക്ക് പറയാം. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ചിലന്തി വലയുടെ ഷേപ്പിൽ നമുക്ക് വെയിനുകൾ കാണപ്പെടും. അത് തടിച്ചു വീർത്തിട്ടൊന്നും ഉണ്ടാവില്ല, കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവും. ചിലർക്ക് ഒരു പച്ച കളറിലും ചിലർക്കൊരു ബ്രൗൺ കളറിലും വെയിനുകൾ ഇങ്ങനെ ചിലന്തി വലയുടെ ഷേപ്പിൽ വളഞ്ഞു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാലിന് ബാക്ക് സൈഡ് മാത്രമേ ഉണ്ടാവൂ? ബാക്ക് സൈഡിൽ വരും, ഫ്രണ്ടിലും വരും. കൂടുതലും സ്ത്രീകൾക്കൊക്കെ തൊട റീജിയനിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് വെരിക്കോസ് വെയിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് ആവട്ടെ, നമുക്ക് നല്ല രീതിക്ക് കാല് കഴപ്പ്, നിൽക്കുമ്പോൾ ഇരിക്കണം എന്നുള്ള തോന്നല്, പുകച്ചിൽ, എരിച്ചിൽ, അതുപോലെ തന്നെ തളർച്ച തോന്നും കാലിന്. മൂന്നാമത്തെ സ്റ്റേജിലാവട്ടെ നമുക്ക് വീക്കം വന്നു തുടങ്ങും. അതായത് ഈ തടിച്ച് വീർത്തിരിക്കുന്ന വെയിൻസ് ഞാൻ പറഞ്ഞല്ലോ, അതിനൊരു ചെറിയ ബൾജ് മെല്ലെ മെല്ലെ തടിച്ച് വരും. കാലിനൊരു വീക്കം നമുക്ക് അനുഭവപ്പെടും മൂന്നാമത്തെ സ്റ്റേജിൽ. ഇനി നാലാമത്തെ സ്റ്റേജ് ആകുമ്പോഴോ ഈ വീക്കം കൂടാതെ കളർ ചേഞ്ചസ് വരും. അതായത് നമ്മുടെ കാലിൻ്റെ നോർമൽ കളർ നഷ്ടപ്പെട്ടിട്ട് ഒരു ബ്രൗണിഷ് കളറിലോ, അതായത് ഒരു കാവി നിറത്തിലോ അല്ലെങ്കിൽ റെഡ് കളറിലോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലോ നമ്മുടെ കാലിൻ്റെ ഭാഗങ്ങൾ കാണപ്പെടും. കൂടുതലായിട്ടും ഈ കണങ്കാലിലാണ്, ആംഗിൾ ജോയിനിലാണ് നമുക്ക് ഈ ഒരു കളർ ചേഞ്ചസ് കാണാൻ വരുന്നത്. ഒപ്പം നീരും, നേരത്തെ പറഞ്ഞ പുകച്ചിൽ, എരിച്ചിൽ, തളർച്ച, ചൊറിച്ചിൽ, അങ്ങനത്തെ കാര്യങ്ങളും കൂടുതലായിട്ട് അനുഭവപ്പെടും. ഇനി അഞ്ചാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ ചൊറിച്ചിൽ, നല്ല രീതിക്ക് ചൊറിച്ചിൽ നമുക്ക് വരും. അതുപോലെ തന്നെ ചെറിയ പൊട്ടലുകൾ, അതായത് വൂണ്ട്, വ്രണങ്ങളെന്ന് പറയും, അൾസറേഷൻ പറയും, വെരിക്കോസ് അൾസറേഷൻ എന്ന് പറയും. അത് ഈ കണങ്കാലിലാണോ? ഇല്ലില്ല, കാലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും. ബാക്ക് സൈഡിലും ഏത് റീജിയനിലും വേണമെങ്കിൽ നമുക്ക് കീഴ്പോട്ട് കാൽമുട്ടിന് താഴ്പോട്ടുള്ള ഏത് ഭാഗത്തിൽ വേണമെങ്കിലും അൾസറേഷൻസ് കാണാൻ പറ്റും. ചെറിയ വെരിക്കോസ് അൾസർ എന്ന് പറയും, വൂണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ നല്ല രീതിക്ക് ചൊറിച്ചിലും ബ്ലീഡിങ്ങും ചെറുതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചിലർക്ക് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങിലോട്ടും പോകാൻ സാധ്യതയുണ്ട്. ആറാമത്തെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ ഒരു വെരിക്കോസ് അൾസർ തന്നെ അവിടെ രൂപപ്പെടുകയാണ്. അതായത് വലിയൊരു വൂണ്ട്, ഒരു വ്രണം അവിടെ ഉണ്ടാവും. അത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ഉണക്കാനും പറ്റില്ല. അത്രയും വലിയൊരു വൂണ്ടിലോട്ട് മാറുന്നതാണ് വെരിക്കോസ് അൾസർ എന്ന് പറയുന്നൊരു കണ്ടീഷൻ, വെരിക്കോസ് വൂണ്ട് എന്ന് പറയുന്നൊരു കണ്ടീഷൻ. അതാണ് ആറാമത്തെ സ്റ്റേജ്. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് വെരിക്കോസ് വെയിന് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് 2 രീതിയിലാണ് നമ്മുടെ കാലിലോട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്, കാലോട്ട് ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒന്ന് വെയിൻസ് വഴിയും മറ്റൊന്ന് ആർട്ടറീസ് വഴിയും. വെയിൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിര, ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ധമനികൾ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആർട്ടറീസിലാവട്ടെ നമ്മുടെ ശുദ്ധമായ രക്തമാണ് നമ്മുടെ കോശങ്ങളിലും അവയവങ്ങളിലും ഒക്കെ പമ്പ് ചെയ്ത് വിടുന്നത് ഹാർട്ട്. അശുദ്ധ രക്തം എന്ന് പറയുമ്പോൾ വെയിൻസിലൂടെയാണ് പാസ് ചെയ്യുന്നത്, കാലിൽ നിന്ന് മുകളിലോട്ട്, ഹൃദയത്തിലോട്ട്. അപ്പോൾ ഈ വെയിൻസ് എന്ന് പറഞ്ഞാൽ സിരകൾ. ഈ സിരകൾക്കുണ്ടാവുന്ന വീക്കമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അശുദ്ധ രക്തം അവിടെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ഓടുമ്പോഴും ഒക്കെ നമ്മുടെ കാഫ് മസിൽസ്, അതായത് നമ്മുടെ കണങ്കാലുണ്ടല്ലോ, അത് കോൺട്രാക്ട് ചെയ്യും. അത് കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അശുദ്ധ രക്തം വെയിൻസിലൂടെ മെല്ലെ മുകളിലോട്ട് വരുന്നത്. നമുക്ക് ഹാർട്ടുണ്ട് പമ്പ് ചെയ്ത് വിടാനായിട്ട്, മുകളിൽ നിന്ന് താഴോട്ട്. പക്ഷേ താഴ്ന്ന് മുകളിലോട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാർട്ടാണ് നമ്മുടെ കാഫ് മസിൽ എന്ന് പറയുന്നത്. മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു അശുദ്ധ രക്തം കെട്ടിക്കിടക്കാണ്ട് മുകളിലോട്ട് ഹാർട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഈ കാഫ് മസിൽസ് വർക്ക് ചെയ്യും, പക്ഷേ അതിനകത്ത് വെയിൻസിൽ വോൾവുകളുണ്ട്. വോൾവ് എന്ന് പറഞ്ഞാൽ അടപ്പുകളാണ്. അപ്പോൾ നമ്മളെ മസിൽ കോൺട്രാക്റ്റ് ആകുമ്പോൾ ഈ അടപ്പ് ഓപ്പൺ ആവും, ബ്ലഡ് മുകളിലോട്ട് വരും. റിലാക്സ് ആകുമ്പോൾ അടപ്പ് ക്ലോസ് ആവും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെക്കാനിസം പറയുന്നത്. സോളിയസ് മസിൽ എന്നാണ് ഈ നമ്മുടെ കാഫ് മസിൽസിനെ പറയുന്ന പേര്. അപ്പോൾ സോളിയസ് മസിൽ നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും കോൺട്രാക്റ്റ് ആകുമ്പോൾ ഈ വോൾവ് ഓപ്പൺ ആവും, ബ്ലഡ് മുകളിലോട്ട് വരും. റിലാക്സ് ആകുമ്പോൾ വോൾവ് ക്ലോസ് ആവും. അപ്പോൾ ഈ ഒരു മെക്കാനിസോടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴാണ് ഈ വോൾവിന് തകരാറ് അല്ലെങ്കിൽ ബലക്ഷയം വരുന്നത്, അതായത് വോൾവ് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല, ഓപ്പൺ ആവില്ല, ക്ലോസ് ആവില്ല, ആ സമയത്ത് ഈ ബ്ലഡ് പമ്പ് ചെയ്യില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ കെട്ടിക്കിടക്കും, അശുദ്ധ രക്തം കെട്ടിക്കിടന്നിട്ട് അതിൻ്റെ സമ്മർദ്ദം മൂലമാണ് ഈ വെയിനുകൾ ഇങ്ങനെ വളഞ്ഞുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ശരിക്കും വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ മെക്കാനിസം വ്യക്തമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നത് ഒരുപാട് സമയം നിൽക്കുന്നവർക്കൊക്കെയാണ്. അതായത് ഈ ടീച്ചിങ് ഫീൽഡിലുള്ളവർ, സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ ഈ ഡ്രൈവേഴ്സ്, ഓഫീസ് സ്റ്റാഫ്സ്, അവരൊക്കെ നടക്കുന്നില്ലല്ലോ, കുറേ നമ്മൾ ഇരിക്കുകയാണല്ലോ കാല് തൂക്കിയിട്ട് ഇരിക്കുന്നവർക്കും കൂടുതൽ നിൽക്കുന്നവർക്കുമാണ് വെരിക്കോസ് വെയിൻ ഇതുപോലെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. മേഡം, എന്താണ് ഇന്റേണൽ വെരിക്കോസ്? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇന്റേണൽ വെരിക്കോസ് എന്ന് പറയുമ്പോൾ
നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒരു ഡയലറ്റേഷനോ ബൾജസോ ഒന്നും കാണത്തില്ല, വെയിനുകളൊക്കെ പ്രോപ്പർ ആയിരിക്കും, നമുക്കൊന്നും കാണില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും, വെരിക്കോസ് വെയിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇല്ലല്ലോ. പക്ഷേ നമുക്ക് നിൽക്കുമ്പോൾ നല്ല കട്ടുകഴപ്പ്, തരിപ്പ്, എപ്പോഴും നമ്മൾ ചെയർ അന്വേഷിക്കും, നമുക്ക് ഇരിക്കണം, നിൽക്കാൻ പറ്റില്ല, തളർച്ച വരിക, പിന്നെ കാലിലൊരു കളർ ചേഞ്ചസ്, കാലിൽ നീരും കാണുക. കളർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ കളർ മാറിയിട്ട് കളറിൽ ഒരു ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ കാവി നിറത്തിലോ ഒക്കെ സ്കിന്ന് മാറുകയാണ്, ഡാർക്കിഷ്നെസ് വരും. അത് ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്യാതെ വരുമ്പോഴാണ്. അത് ഇന്റേണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽസിൻ്റെ ഉള്ളിലൂടെ പോകുന്ന വെയിൻസ് ഉണ്ട്. പുറമേ ഉള്ളതാണ് നമുക്ക് സൂപ്പർഫിഷ്യലി കാണാൻ പറ്റുന്ന വെരിക്കോസ് വെയിൻ. ഇനി ഉള്ളിലൂടെ ഡീപ്പ് മസിൽസിൻ്റെ ഉള്ളിലൂടെ പോകുന്ന വെയിൻസിന് വരുന്ന വെരിക്കോസ് വെയിനാണ് നമ്മൾ ഇന്റേണൽ വെരിക്കോസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഈ ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മസിൽസിൻ്റെ ഉള്ളിലൂടെ പോകുന്ന വെയിൻസിന് ബ്ലോക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലഡ് പോകത്തില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഇത് കെട്ടിക്കിടന്നിട്ടാണ് ഈ നീരും അതുപോലെ തന്നെ തളർച്ച, കഴപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടുക. ഇത് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വീനസ് ഡോപ്ലർ സ്കാൻ എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. എല്ലാ സ്കാൻ സെൻറ്റേഴ്സിലും നമുക്ക് ചെയ്യാൻ പറ്റും. വീനസ് ഡോപ്ലർ സ്കാൻ അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ത്രോംബോസിസ് ഉണ്ടോ, ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഉള്ള പലരും ഇത് നമ്മൾ ഇഗ്നോർ ചെയ്യുക ചെയ്യുന്നത്. എനിക്ക് വെരിക്കോസ് അല്ലല്ലോ എന്നുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും അവർ ഇലയൊക്കെ അരച്ച് പുരട്ടി അങ്ങനെയൊക്കെ നോക്കും. പക്ഷേ അതങ്ങനെയല്ല, ഇന്റേണൽ വെരിക്കോസും കൂടുതലായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ സിംറ്റംസ് നിങ്ങൾക്കുണ്ട്, കാലിലെ ചൊറിച്ചിൽ, നീര്, തളർച്ച, കഴപ്പ്, തരിപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വീനസ് ഡോപ്ലർ സ്കാൻ എടുത്തിട്ട് ഇന്റേണൽ വെരിക്കോസ് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുക. പിന്നെ അത് അവർക്ക് ഒത്തിരി നടക്കാറൊന്നും പറ്റില്ല. നമ്മൾ ഒരുപാട് ഇച്ചിരി നടക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല വേദനയായിരിക്കും, നടക്കാൻ പറ്റാതെ വരിക, തളർന്നു പോകും, നമുക്ക് അത്രയും വേദന ഉണ്ടാവും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എന്തായാലും നമുക്ക് ഇന്റേണൽ വെരിക്കോസ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ഇന്ന് ഗർഭിണികളിൽ സാധാരണയായി കണ്ടുവരുന്നുണ്ട് വെരിക്കോസ് വെയിൻ. ഇത് ഗർഭാവസ്ഥ മാറുന്ന സമയത്ത് ഈ അസുഖവും മാറാൻ ചാൻസ് ഉണ്ടോ? അതെ, മോസ്റ്റ്ലി നമുക്ക് പ്രഗ്നൻസി കഴിയുമ്പോൾ തന്നെ ഡെലിവറിക്ക് ശേഷം നമുക്ക് റിവേഴ്സ് ആവാനുണ്ട്. പക്ഷേ ചിലർക്ക് പ്രഗ്നൻസി കഴിഞ്ഞിട്ടും ഡെലിവറി കഴിഞ്ഞിട്ടും ഒക്കെ അതങ്ങനെ തന്നെ നീണ്ടു നിൽക്കാറുണ്ട്. അതൊരു റെയറാണ്. ഒരു 10% പേർക്ക് വീണ്ടും അങ്ങനെ തന്നെ കാണും. നമ്മൾ ഗർഭാവസ്ഥ കഴിഞ്ഞാലും വെരിക്കോസ് വെയിൻ അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ അബ്ഡോമൻ പ്രഷർ അന്നേരം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഗർഭിണികൾക്ക് ആ ഒരു രോഗാവസ്ഥ കണ്ടുവരുന്നത്. അപ്പോൾ അത് റിവേഴ്സിബിൾ ആണ്, ചിലർക്ക് അതങ്ങനെ തന്നെ കണ്ടുവരും. മാഡം, ഈ രോഗം ആർക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് സമയം നിൽക്കുന്നവർക്കും ഒരുപാട് സമയം ഇരിക്കുന്നവർക്കുമാണ് കൂടുതൽ, കാല് തൂക്കിയിട്ടിരിക്കുന്നവർക്കുമാണ് കൂടുതലായിട്ട് നമുക്ക് ഈ വെരിക്കോസ് വെയിൻ വരാറുള്ളത്. അതായത് ടീച്ചേഴ്സ്, ഡ്രൈവേഴ്സ്, സെക്യൂരിറ്റീസ് അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ടും വരും. അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്ക്, അപ്പോൾ അത്രയും നമുക്ക് ബോഡി വെയിറ്റ് കൂടുതലുള്ളവർക്ക് നിൽക്കുമ്പോൾ അത്രയും പ്രഷറാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് വെയിൻസ് ഇതുപോലെ വളഞ്ഞു കാണും നമുക്ക്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് അതും അബ്ഡോമിനൽ പ്രഷർ കാരണമാണ് നമുക്ക് ആ ഒരു രോഗാവസ്ഥ വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് പാരമ്പര്യം ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ജനിതകപരമായിട്ടും വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം അവസ്ഥയിലാണ് കൂടുതലായിട്ടും വെരിക്കോസ് വെയിൻ വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരുപാട് സമയം കാല് തൂക്കിയിട്ടിരിക്കുന്നത് കുറയ്ക്കുക, അല്ലെങ്കിൽ കുറേ സമയം നിൽക്കുന്നത് കുറയ്ക്കുക. അപ്പം നമ്മൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ കുഞ്ഞുങ്ങളെ വിടാനുള്ള തിരക്കിലൊക്കെ അങ്ങ് നിന്ന് ജോലി ചെയ്യുകയാണ്. അപ്പം നമ്മുടെ വേദനയൊന്നും നമ്മളന്ന് ഓർക്കില്ല. നമ്മൾ പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഓടി നടന്ന് ജോലി ചെയ്യും. അത് നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നിന്നിട്ടായിരിക്കും ചെയ്യുന്നത്, പാചകം മൊത്തം. അപ്പോൾ ഈ കൂടുതൽ ഈ വീട്ടമ്മമാർക്കാണ് ഇപ്പോൾ വെരിക്കോസ് വെയിൻ കണ്ടത്. അതാണ് ഞാനിത് എടുത്ത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴേ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാല് നീട്ടിയിട്ടിരുന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതായത് നിലത്തോ അല്ലെങ്കിൽ നമ്മളൊരു ചെയറിൽ ഇരുന്നിട്ട് ഒരു സ്റ്റൂള് ഫ്രണ്ടിലിട്ടിട്ട് കാലുകൾ അതിൽ സമമായിട്ട് ഉയർത്തി വെച്ചതിന് ശേഷം ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഓഫീസ് ജോലിയിലുള്ളവർക്ക് കുറച്ച് സമയം നമ്മൾ പണിയെടുത്തത് ഒരു അരമണിക്കൂർ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് നമ്മളൊന്ന് ഇറങ്ങി നടന്നാൽ മതി. നമ്മളൊന്ന് നടന്നൊന്ന് വട്ടം ഇറങ്ങി വന്നിരിക്കുമ്പോൾ അത്രയും സ്ട്രെയിന് നമുക്ക് കുറയുകയാണ്. പറ്റുമെങ്കിൽ നമ്മുടെ ക്യാബിൻ്റെ താഴെ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് നമ്മൾ കാലുകൾ അതിൽ ഉയർത്തി വെച്ചിരുന്നാലും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ കുറേ സമയം നിന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നടന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഒരേ നിൽക്കുകയാണ്. നമ്മൾ നടക്കുമ്പോൾ കുഴപ്പമില്ല, നമ്മുടെ സർക്കുലേഷൻ കൂടുക തന്നെയാണ് ചെയ്യുന്നത്. നിൽക്കുന്നതാണ് നമുക്ക് പ്രശ്നം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വെരിക്കോസ് വെയിൻ ഉള്ളവർ 10 മിനിറ്റിൽ കൂടുതൽ നമ്മൾ നിൽക്കാണ്ടിരിക്കുക. ഉടനെ നമ്മൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുകയോ കിടന്നിട്ട് എഴുന്നേൽക്കുകയോ നടന്നിട്ട് വന്ന് നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും പോസ്ചർ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാഡം, നമുക്കിത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഇതിൻ്റെ നല്ല ചികിത്സാ രീതികളൊക്കെ ഇല്ലേ? നമുക്ക് ഡയറ്റിനേക്കാളും നമുക്കിതിൽ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് എക്സസൈസിന് തന്നെയാണ്. നമ്മുടെ കാഫ് മസിൽ സ്ട്രെങ്ത് ചെയ്യാനുള്ള എക്സസൈസുകൾ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പമ്പിങ് മെക്കാനിസം പ്രോപ്പറായിട്ട് നടക്കുകയും ബ്ലഡ് അശുദ്ധ രക്തം ഒരിക്കലും കെട്ടിക്കിടക്കുകയും ചെയ്യില്ല.
അപ്പോൾ അതിനുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് കാഫ് മസിൽസിനുള്ളത്. അതായത് ഇപ്പം ഇതെൻ്റെ ഉപ്പൂച്ചയാണെന്ന് വിചാരിക്കട്ടോ. അപ്പോൾ എനിക്ക് കാല് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പിൽ നിൽക്കുകയാണെന്ന് കരുതുക. സ്റ്റെപ്പിൻ്റെ പകുതിക്ക് എൻ്റെ ടോസ് പ്ലേസ് ചെയ്തിട്ട് എൻ്റെ ഉപ്പൂറ്റി ഇങ്ങനെ റൈസ് ചെയ്ത് താഴ്ക്കുന്ന ഒരു എക്സസൈസ് വളരെയധികം ബെനിഫിഷ്യലാണ്. നമ്മൾ ഈ വെരിക്കോസ് വെയിനുള്ളവർ ഒരു 60 വട്ടം നമ്മളിത് ചെയ്യണം. പക്ഷേ നമ്മുടെ ടോസ് നമ്മുടെ ഇപ്പം എന്താ പറ്റുക, സ്റ്റെപ്പിൽ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്കൊരു ജനലിൽ പിടിച്ചിട്ട് നമുക്ക് ഫ്ലോറിൽ നിന്നാലും മതി. എന്നിട്ട് നമ്മൾ ഉപ്പൂറ്റി ഉയർത്തി താഴ്ത്തുക. അപ്പോൾ നമുക്ക് എന്താ പറ്റുക, ഈ കാഫ് മസിൽസ് കോൺട്രാക്റ്റ് ആവും, റിലാക്സ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ അശുദ്ധ രക്തം മെല്ലെ മെല്ലെ പമ്പ് ചെയ്ത് മുകളിലോട്ട് വരും. ആ ഒരു എക്സസൈസ് ഉണ്ട്. അതുപോലെ തന്നെ കാല് നന്നായിട്ടൊന്ന് ഫ്ലെക്സ് ചെയ്തിട്ട്, അതായത് ഇതിൻ്റെ കാലാന്ന് വിചാരിക്കുക, ഇത് ഫ്ലെക്സ് ചെയ്തിട്ട് റൊട്ടേഷനാണ്. നമ്മൾ ആംഗിൾ ജോയിൻറ്റ് ഇങ്ങനെ കറക്കണം. അത് 2 ഡയറക്ഷനിൽ കറക്കുക, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. ക്ലോക്ക് വൈസ് ഒരു 30 വട്ടം, ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു 30 വട്ടം വീതം ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ, ഇത് ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ ഇതൊക്കെ ഡെയിലി ചെയ്യേണ്ടതല്ലേ? റെഗുലറായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഓഫീസിലിരുന്നാലും നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്യണം. അതുപോലെ തന്നെ ക്ലഞ്ചിങ് ഒക്കെ, വിരലുകളൊക്കെ മടക്കി നിർത്തുന്ന രീതിയിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ വീട്ടിലൊരു ആഴ്ചയിലൊരു 4 ദിവസമെങ്കിലും ഒരു ഒലിവ് ഓയിലോ അല്ലെങ്കിൽ മസ്റ്റർഡ് ഓയിലോ എന്തെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് താഴെന്ന് മുകളിലോട്ട് കാലിലൊരു മസാജ് കൊടുക്കുക. ആ മസാജ് കൊടുക്കുമ്പോഴും ഈ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മസാജ് കൊടുക്കുക. ഒരു 15 മിനിറ്റിന് നമുക്ക് ഈ ഒരു മസാജ് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ കാഫ് മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള മറ്റുള്ള എക്സസൈസുകളുണ്ട്. അതായത് നമ്മൾ കിടന്നിട്ട് സൈക്ലിംഗ് പോലുള്ള എക്സസൈസുകൾ, കാലുകൾ 90 ഡിഗ്രി ഉയർത്തിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു എക്സസൈസ് ഉണ്ട് സൈക്ലിംഗ്. അതും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യാം. അതുപോലെ പറ്റുമെങ്കിൽ 90 ഡിഗ്രി കാലുകൾ റൈസ് ചെയ്തിട്ടൊരു കുറച്ച് സെക്കൻഡ്സ് മൈൻഡിൽ ഒരു 1, 2, 3 എന്ന് കൗണ്ട് ചെയ്ത് ഒരു 30 സെക്കൻഡ് വരെ കാലുകളൊന്ന് ഉയർത്തി വയ്ക്കാൻ ശ്രമിക്കുന്നതും നല്ലൊരു റിസൾട്ട് നമുക്ക് തരും. അല്ലെങ്കിൽ അതൊന്നും പറ്റില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ചുമരിൽ 2 കാലുകളൊന്ന് ഉയർത്തിയിട്ടൊന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് കിടക്കുക ഒരു 20 മിനിറ്റ്. മനസ്സിലായോ? നമ്മൾ കിടന്നിട്ട് കാലുകൾ ഒരു 90 ഡിഗ്രി പൊക്കിയതിന് ശേഷം ചുമരിലൊന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടൊന്ന് കിടന്നാൽ മതി. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാലുകൾ നോർമലാക്കാം. അപ്പോഴും എന്താ പറ്റുക, ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വോൾവിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ബ്ലഡ് എന്ത് ചെയ്യും, മെല്ലെ 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 അശുദ്ധ രക്തം ഹാർട്ടിലോട്ട് പോകും പമ്പ് ചെയ്ത്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വയ്യാണ്ട് കിടക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് 2 പില്ലോ നമ്മുടെ തലയണ വെച്ചിട്ട് കാലിൻ്റെ ചുവട്ടിൽ 2 തലയണ വെച്ചിട്ട് കാലുകൾ അതിലൊന്ന് വെച്ചിട്ട് പ്ലേസ് ചെയ്ത് കിടന്നാലും മതി. അപ്പോൾ കാലുകൾ എന്താ ഉയർന്നിരിക്കും. തലയണേക്കാൾ കാലുകൾ പൊങ്ങിയിരിക്കുമ്പോൾ വീണ്ടും ഒരു വോൾവിൻ്റെ സഹായമില്ലാതെ ബ്ലഡ് മെല്ലെ മെല്ലെ പമ്പ് ചെയ്ത് താഴ്പോട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ആ എക്സസൈസിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൊറിച്ചിലുണ്ട്. വെരിക്കോസ് വെയിൻ സ്റ്റാർട്ട് ചെയ്തൊരു 2nd, 3rd സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ പ്രോട്ടീൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിർത്തുക. അതായത് എന്താ, കടല, പരിപ്പ്, പയറ്, നട്ട്സ്, പിസ്ത, ബദാം, കാഷ്യൂ അങ്ങനത്തെ കടല, പരിപ്പ്, പയറ് വർഗ്ഗങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവരാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ്, അന്നജത്തിൻ്റെ അളവ് കുറച്ച് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് നോക്കണം. വെരിക്കോസ് അൾസറിലും ഒരിക്കലും ഈ ഒരു പ്രോട്ടീൻസ് നല്ലതല്ല. അതുപോലെ തന്നെ പാലും ഗോതമ്പും നമ്മൾ നിർത്തണം. അതായത് പാൽ ചായ, പാൽ കോഫി, മിൽക്ക് ഷേക്ക്, ഐസ്ക്രീംസ് അങ്ങനത്തെ കാര്യങ്ങൾ നിർത്തണം. അതുപോലെ തന്നെ ഗോതമ്പ് എന്ന് പറയുമ്പോൾ പൊറോട്ട, പൂരി, ചപ്പാത്തി അതൊക്കെ നമുക്ക് ഈ ഒരു ചൊറിച്ചിൽ കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഊണ്ട് വേഗം ഉണങ്ങത്തൂരി അങ്ങനത്തെ രീതിയിൽ ചെയ്യണം. വെരിക്കോസ് അൾസറിനും ഞങ്ങളിവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകം പ്രോട്ടോക്കോളുണ്ട്, പ്രത്യേകം ഡയറ്റുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളുണ്ട്, അക്യുപഞ്ചർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സപ്ലിമെൻസുകളുണ്ട്. അത് കൊടുത്ത് വെരിക്കോസ് അൾസർ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ വെരിക്കോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്ലീറോതെറാപ്പിയോ സ്കിൻ ഗ്രാഫ്റ്റിങ്ങോ അങ്ങനെയൊക്കെ ആയിരിക്കും ബാക്കിയുള്ള ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 4ാമത്തെ സ്റ്റേജ് വരെ നമുക്ക് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. വെരിക്കോസ് അൾസർ ഉണങ്ങാത്ത കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ എത്ര മരുന്ന് അപ്ലൈ ചെയ്താലും ഉണങ്ങത്തില്ല. അങ്ങനെയുള്ള കേസുകളിൽ സപ്ലിമെൻറ്റ് നല്ല രീതിക്ക് വർക്കാവും. നമ്മൾ എത്രയോ പേഷ്യൻസ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നു. ഒരുപാട് പേർക്ക് ഇതുപോലെ വെരിക്കോസ് അൾസർ കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഡ്രസ്സിങ് ചെയ്ത് ഇവിടെ തന്നെ അതിനുള്ള പ്രോട്ടോക്കോൾ കൊടുത്ത് വുണ്ട് ഹീലിങ്ങിനുള്ള സപ്ലിമെൻറ്റ്സ് ഉള്ളിൽ കൊടുത്ത് ഡയറ്റ് കൊടുത്ത് നമ്മളത് ഹീൽ ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ കേസ് നമ്മൾ നല്ല വിജയകരമായിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ 4ാമത്തെ സ്റ്റേജ് വരെയുള്ള വെരിക്കോസ് വെയിൻ, കഴുപ്പ്, തരിപ്പൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വെരിക്കോസ് വെയിൻ ഒരു ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ പേഷ്യൻസിന് വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഗൈഡൻസ് കൊടുക്കും. അതവർ വീട്ടിൽ ചെയ്യണം. നമ്മൾക്ക് ചെയ്യാനുള്ള സപ്ലിമെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. നമ്മളൊരു ചിട്ടയായ ഒരു ഭക്ഷണക്രമം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും. അത് തന്നെ അവർക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ നമുക്ക് ക്ലിയർ ആയിട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ രഞ്ജിതാസ് ക്ലിനിക്കിൽ വെരിക്കോസ് വെയിന് നല്ല
ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അത് പലർക്കും അറിയത്തില്ല. എല്ലാവരും ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് സ്ക്ലീറോതെറപ്പി ചെയ്യേണ്ടി വരും, ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. അതിന് എന്ത് ആവശ്യമിരിക്കുന്നു നമുക്കറിയില്ല. സോ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് അനാവശ്യ സർജറികൾക്കൊന്നും പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം സ്ക്ലീറോതെറപ്പി ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് വരും. അതിനേക്കാളും ഭേദം നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും വെരിക്കോസ് വെയിൻ കുറയ്ക്കാൻ പറ്റും. ബൾജസ് ഒക്കെ പെട്ടെന്ന് മാറണമെന്നില്ല, പതുക്കെ സമയമെടുത്ത് ബൾജസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇത്രയും നേരം വെരിക്കോസ് വെയിനിനെ പറ്റിയും അതിൻ്റെ ഡയറ്റും എക്സസൈസിനെ പറ്റിയും വ്യക്തമായി പറഞ്ഞു തന്ന ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് ക്ലിനിക്കിൻ്റെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനായ ഡോക്ടർ രഞ്ജിത മേഡത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു.